സാറേ, ഞാൻ ഇവിടെ വന്നത് എനിക്ക് രാവിലെ 8 മണിക്ക് വിശപ്പ്, ഉച്ചയ്ക്ക് 1 മണിക്ക് വിശപ്പ്, രാത്രി 8 മണിക്ക് വിശപ്പ്. അപ്പം എനിക്ക് സ്കാനിങ് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാറൊന്ന് പറഞ്ഞു തരാം സാറേ. വിഷ്ണുവിന് വിശപ്പാണ് പ്രശ്നം. എപ്പോഴും വിശപ്പാണോ? എപ്പോഴും വിശപ്പ് സാറേ. വിശപ്പുണ്ട്, പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുമോ? കഴിക്കണമെന്ന് തോന്നുന്നില്ല സാറേ. വയറ്റിനകത്ത് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓക്കെ. നമുക്ക് ഓക്കാനം പോലുണ്ടോ? അതൊന്നും ഇല്ല സാറേ. ഭക്ഷണത്തോട് നമുക്കൊരു പ്രിയം തോന്നുന്നുണ്ടോ? ഭക്ഷണത്തോട് താല്പര്യമില്ല. സമയത്ത് ആഹാരം കഴിക്കുന്നത്, എനിക്ക് ഇത് ലക്ഷണം കണ്ടിട്ട് സ്കാനിങ്ങിനകത്ത് ചെറിയ മീസെൻട്രിക് ലിംഫഡിനൈറ്റിസേ ഉള്ളു, ചെറിയ ലിംഫ് നോഡ് വീക്കം. അതൊരു നോൺ സ്പെസിഫിക് ഫൈൻഡിങ് ആണ്. എനിക്ക് ലക്ഷണം കണ്ടിട്ട് ഒരു ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി കൂടി ഉണ്ടായ ഒരു അസുഖമാണിത്. അത് സ്ഥിരം കഴിക്കുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാകാം. നമ്മൾ സമയത്ത് കറക്റ്റ് ആഹാരം കഴിക്കാതെ ഈ പൊരിച്ചതുമായിട്ടുള്ള ആഹാരം നമ്മൾ കൂടുതൽ കഴിച്ചാൽ നമുക്ക് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ആസിഡ് റിഫ്ലക്സ് കൂടും. അങ്ങനെ നമുക്ക് അസിഡിറ്റി ഉണ്ടാകും, ചെറിയ ചെറിയ അൾസറൊക്കെ രൂപപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ മനംമറിക്കുകയും പിന്നെ അതുപോലെ നമുക്ക് എപ്പോഴും വിശപ്പും, ചിലർക്ക് വിശപ്പ് കൂടുതലുണ്ടാവാം, ചിലർക്ക് ഭയങ്കര വയറ്റിൽ വീർപ്പ് പോലെ ഉണ്ടാകാം, ഗ്യാസ്, നമുക്ക് മേൽവായു, കീഴ്വായു, അങ്ങനെ സ്ഥിരം ഉള്ള പ്രശ്നവും ഉണ്ടാകാം. ഇത് കറക്റ്റായിട്ട് ഗ്യാസ്ട്രൈറ്റിസ്. ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം നോക്കണ്ടേ, എച്ച് പൈലോറി എന്ന് പറഞ്ഞ ഒരു രോഗാണുണ്ട്. അത് നമുക്കുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം. അതുണ്ടെങ്കിൽ അത് എച്ച് പൈലോറി കിറ്റ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് കിട്ടും. അത് കഴിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവും. അതിൻ്റെ കൂടെ നമ്മളൊരു ഗ്യാസ്ട്രോയെ കണ്ട് എൻഡോസ്കോപ്പിയും കൂടെ ചെയ്ത് എന്തെങ്കിലും അൾസറോ ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ നോക്കി അതിനോട് കറക്റ്റായിട്ട് ഉള്ള മരുന്ന് കഴിക്കുക. പിന്നെ സമയത്തിൽ നമ്മൾ ആഹാരം കഴിക്കുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ ഈ കോള അങ്ങനെയുള്ള സാധനങ്ങൾ, ചായ, വറുത്തത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. മധുരവും അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും പറഞ്ഞു തന്നതിന് നന്ദി സാർ. ഓക്കെ, താങ്ക് യു. വെൽക്കം.